സൗദിയിലെ പെട്രോ കെമിക്കൽ മേഖലയിലെ ആക്രമണങ്ങളെ അപലപിച്ച വിവിധ രാജ്യങ്ങൾ ഊർജ്ജ കേന്ദ്രങ്ങളിലെ കേടുപാടുകൾ വിലയിരുത്തുന്നതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. 11 ബാലിസ്റ്റിക് മിസൈലുകളും 22 ഡ്രോണുകളുമാണ് ഇന്നലെ രാത്രി മുതൽ സൗദിയിലേക്ക് എത്തിയത്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യം വെച്ചാണ് ഇറാനിൽ നിന്നും മിസൈലുകളും ഡ്രോണുകളും ഇന്നലെ രാത്രി മുതൽ എത്തിയത്. പ്രതിരോധിക്കുമ്പോൾ ചിലത് പെട്രോ കെമിക്കൽ മേഖലയിലാണ് പതിച്ചത്. ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഉണ്ടായ നാശനഷ്ടം വിലയിരുത്തുന്നതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജുബൈൽ പെട്രോ കെമിക്കൽ മേഖലയിലേക്ക് നടന്ന ആക്രമണത്തെ അപലപിച്ച് സൗദിയുടെ സഖ്യമായ പാകിസ്ഥാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തി. വിഷയത്തിൽ യുദ്ധം പടരാതിരിക്കാൻ സൗദി പാലിക്കുന്ന സംയമനത്തെ പാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാവിലെ വരെ പലപ്പോഴായി പ്രവാസികൾക്കും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. US പങ്കാളിത്തമുള്ള ഗൾഫ് മേഖലയിലെ വിവിധ കമ്പനികളിൽ നിലവിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ന് രാത്രി ഇറാനിലേക്ക് കനത്ത ആക്രമണത്തിനായി USഉം ഇസ്രായേലും നീങ്ങവേ ആശങ്ക തുടരുകയാണ്. ആക്രമണ സാഹചര്യങ്ങളിൽ കെട്ടിടങ്ങളിലെ ടെറസിലോ ബാൽക്കണിയിലോ നിൽക്കരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ദൃശ്യങ്ങൾ പകർത്തുന്നത് നിയമവിരുദ്ധമാണെന്നും ഇത് അപകടത്തിന് വരെ കാരണമാകുമെന്നും സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.